ഈസാ അലൈഹിസ്സലാമാണ്. അപ്പോഴിങ്ങനെ കേൾക്കുകയാണ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നു, ഇങ്ങനെ വിളിക്കുന്നു, ഓ ഉമറേ, തമസ്സക ബിമാ അൻത അലൈഹി, നിങ്ങളുള്ള ആശയത്തിൽ ഉറച്ചു നിന്നോ, വസ്ബുത് അലാ മാ അൻത അലൈഹി, നിങ്ങളുടെ നിലപാട് മാറ്റേണ്ടതില്ല, നിങ്ങളുടെ നടപടി മാറ്റേണ്ടതില്ല, നിങ്ങളുടെ ഭരണചിട്ടകൾ മാറ്റേണ്ടതില്ല. കഴിഞ്ഞ് എനിക്ക് അവിടുന്ന് പുറത്തേക്ക് പോകാൻ സമ്മതം കിട്ടി. നോക്കിയപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. വഹുവ ഖാരിജുൻ മിൻ ദാലികൽ ഖസ്രി, ഉസ്മാൻ തങ്ങൾ അവിടുന്ന് ഇറങ്ങി വരികയാണ്. യഖൂലു അൽഹംദുലില്ലാഹില്ലദീ നസറനി, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ്. അലി റളിയല്ലാഹു അൻഹു അതിന്റെ പിന്നിലുണ്ട്. മഹാനവറുകൾ കൊണ്ട് പറയാണ്, അൽഹംദുലില്ലാഹില്ലദീ ഗഫറലി, എനിക്ക് പുറത്തു തന്ന അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയും. അൽ ബിദായത്തു വൻ നിഹായയിൽ നിന്ന് എടുത്തുദ്ധരിച്ചതാണ് ഞാൻ നിങ്ങളോട് വായിച്ചു കേൾപ്പിച്ചത്. ഓ മുഅ്മിനീങ്ങളെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുമ്പോൾ മുത്തുനബി തങ്ങളെയും ഖുലഫാഉൽ അർബഅയും കണ്ട് അവരുടെ ചാരത്തിരിക്കുന്ന ദൃശ്യങ്ങളോടെയാണ് കിടക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ കിടന്നപ്പോൾ രാത്രി കൊണ്ടുവന്ന് വായിൽ കാരക്ക വെച്ചു കൊടുക്കുന്നു മുത്തുനബി തങ്ങൾ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മദീനയിൽ നിൽക്കുമ്പോൾ സ്വാഗതം ചെയ്യുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വിശന്നരായി നോമ്പ് തുറക്കാൻ ഒന്നുമില്ലാതെ വീട്ടുതടങ്കലിൽ കഴിയുമ്പോൾ മുത്തുനബി തങ്ങൾ വിളിച്ചു ചോദിക്കുന്നു, ഉസ്മാനേ, ഇന്ന് നിങ്ങൾക്ക് നല്ല നിലക്ക് അവിടെ ജീവിക്കണോ? വൈകുന്നേരം എന്റെ കൂടെ നോമ്പ് തുറക്കാൻ വരുന്നോ? ഞാൻ പറഞ്ഞു, അവിടുത്തെ കൂടെ വരികയാണ് എന്ന്. ഇതുപോലെ മുഅ്മിനീങ്ങൾ സ്വാലിഹീങ്ങൾ അവരുറങ്ങുമ്പോഴും അവരുടെ കൽബുണർന്ന് തങ്ങളെ കാണുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, നമുക്കൊരു തവണയെങ്കിലും ആ മുനവ്വറായ, ആ പ്രകാശപൂരിതമായ, ആ അജ്മലായ, ആ എല്ലാമായ പ്രകാശത്തിന്റെ പ്രതിരൂപമായ മുത്തുനബി തങ്ങളെ കാണണ്ടേ? അവിടുത്തെ കാൽപാദമൊന്ന് ചുംബിക്കണ്ടേ? നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഒരു രാജാവിന്റെ അധികാരവുമില്ല, ഒരു മന്ത്രിയുടെ മന്ത്രിപദവുമില്ല, ഒരു പണക്കാരന്റെ പണവുമില്ല, ഒരു സ്വാധീനക്കാരന്റെ ജാടയുമില്ല. അവിടെ എല്ലാം പരമാധികാരിയായ റബ്ബ് തആലയുടെ പരമാധികാരത്തിലാണ്. പിന്നെ അവിടെ ഒരു മണവാളനുണ്ട്. അതാരാണ്? ഹബീബായ മുത്തുനബി തങ്ങളാണ്. അല്ലാഹുവിന്റെ പരമാധികാരത്തിന്റെ പ്രഖ്യാപനം നടത്തുമ്പോ സൃഷ്ടികൾ മുഴുവനും ബേജാറാകുമ്പോ അവിടെ ഒരു മണവാളൻ വരാനുണ്ട്, അവിടെ ഒരു പുതുമണവാളൻ വരാനുണ്ട്, അവിടെ ഒരു രാജാവ് വരാനുണ്ട്, അവിടെ ഒരു നേതാവ് വരാനുണ്ട്. പരമാധികാരിയായ റബ്ബ് തആലയോട് കുശലം പറയാനും ന്യായം പറയാനും ചോദിച്ചു വാങ്ങാനും അതാ സമ്മാനം വാങ്ങാനും ഒരു നേതാവ് വരാനുണ്ട്. ആ നേതാവാണ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ഹബീബായ തങ്ങളെ മുറുകെ പിടിച്ചോ, നാളെ നമുക്ക് രക്ഷപ്പെടാം. ഈ രാത്രിയിൽ സ്വലാത്തിനൊരുക്കി മജ്‌ലിസിൽ വെച്ച് എന്റെ ഖൽബിനോട് നിങ്ങളോട് പറയാനുള്ളത് കുറെ അന്താരാഷ്ട്ര വിഷയങ്ങളല്ല, കുറെ വലിയ പ്രമേയങ്ങളല്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, ഖൽബിൽ മുത്തുനബി തങ്ങൾ ഉണ്ടാവട്ടെ, അവിടുത്തെ തിരുനോട്ടമുണ്ടാവട്ടെ. ഒറ്റക്കിരിക്കുമ്പോൾ മാഷാ അല്ലാഹ് ആനന്ദം നൽകുന്ന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണടയ്ക്കുമ്പോൾ പ്രകാശിതമായ കാഴ്ച തരുന്ന റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസം അനുഭവപ്പെടുമ്പോൾ ആശ്വാസം തരുന്ന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഏതേതു തലത്തിലെത്തിയാലും നമ്മളെ പിടിക്കാൻ കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ ഒരേ ഒരു നേതാവാണ്. നമ്മൾ ആ നേതാവിന്റെ പാർട്ടിയാണ്. മുത്തുനബി തങ്ങളുടെ കൂടെയാണ്. തങ്ങളെ മനസ്സിലൊന്നിരുത്തി സ്നേഹിച്ച് ചുംബനം കൊടുത്ത് ആറ്റുനോറ്റിങ്ങനെ പോകുമ്പോ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ കൊണ്ടുവച്ചാൽ അവിടെ കാണിക്കപ്പെടും ഒരു നേതാവിനെ. പോരാ, ഖബറിൽ കിടക്കുമ്പോ മദീനത്തേക്കൊരു കവാടം രാജാവായ ഉത്തരവിധങ്ങളുടെ പ്രകാശിത മുഖം കണ്ടുകൊണ്ട് കിടക്കാൻ പറ്റുന്നൊരു ഖബർ കിട്ടിയാൽ അത് മണ്ണറയല്ല, അത് മണവറയാണ്. അത് കല്ലറയല്ല, കലവറയാണ്. അത് മരണമല്ല, അത് ജീവിതമാണ്. എല്ലാരും ഖബറിന് നിരുന്ന് കണ്ണുനീര് പൊഴിച്ചു പോകുമ്പോ ഖബറിന്റെ ഉള്ളിൽ കിടന്ന് സന്തോഷിച്ച് ചുംബനം കൊടുത്ത് പ്രണയപാത്രത്തെ കണ്ടുകൊണ്ട് കിടക്കാൻ പറ്റുന്ന മുഹിബ്ബുകളിൽ അല്ലാഹ് ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ പറഞ്ഞില്ലേ, വദന്നൽ ഖല്ലഹിബ മുഹമ്മദൻ വഹിസ്ബ. നാളെ ഞാൻ പോവുകയാണ് തങ്ങളെ കാണാൻ, അവിടുത്തെ കൂട്ടുകാരെ കാണാൻ. എവിടുക്കാ ബിലാലെ പോണത്? മരിച്ചു ചെന്നാൽ എനിക്ക് തങ്ങളെ കാണാം, സ്വഹാബത്തിനെ കാണാം, അവരുടെ കൂടെ ഇരിക്കാം. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ അവര് മരിച്ചുപോയി എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ശുഹദാക്കൾക്ക് അത്ര വലിയ സ്ഥാനമുണ്ടെങ്കിൽ, വാളുകൊണ്ട് കൊല്ലപ്പെട്ട ശുഹദാക്കൾക്ക് അത്ര വലിയ സ്ഥാനമുണ്ടെങ്കിൽ, ഹുബ്ബ് കൊണ്ട് ഷഹീദായവർക്കുള്ള സ്ഥാനം അതിൽ വലുതാണ്. ഹബീബായ തങ്ങളുടെ മഹബ്ബത്തിൽ ലയിച്ച് ആ മഹബ്ബത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് മഹബൂബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടൊന്ന് കിടക്കുന്ന ഖബർ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. സല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു 10 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. രാജാധിരാജനായ റബ്ബ് എല്ലാം തരാൻ ഔദാര്യമുള്ളവനാണ്, അധികാരമുള്ളവനാണ്, തന്നാലൊന്നും കുറയാത്തവനാണ്. മുത്തുനബി തങ്ങളെ പറഞ്ഞിട്ട് ചോദിക്കുമ്പോ തരാൻ ഇഷ്ടമുള്ള രാജാവാണ്. അതുകൊണ്ട് നമുക്ക് ചോദിക്കാം. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه